ഓക്കെ എന്ന് വെച്ചാൽ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രിപ്പെല്ലാം കഴിഞ്ഞ് വണ്ടി വന്ന് കഴുകാനായിട്ട് ഇട്ടു. അപ്പോൾ നമ്മൾ ബാക്കി വിശേഷങ്ങളെന്ന് ഷയോഗി പോയി അതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വാ. ഓക്കെ വെച്ചാൽ അപ്പോൾ നമ്മൾ ഷയോഗിയിലോട്ട് എത്താറായിരിക്കുകയാണ്. ഇപ്പോൾ പുതിയ റോഡാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മാപ്പ് മോഡിൻ്റെ. അപ്പോൾ നമ്മളങ്ങനെ ഷയോഗിയിലോട്ട് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇടയ്ക്കൊന്ന് പാട്ടൊന്ന് മാറ്റി പത്യാനം മാറ്റി സിനിമ പാട്ടാക്കി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അതൊക്കെ വേണമെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ പത്യാനം മാത്രം കേട്ട് ബോറടിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ നമ്മൾ പത്യാനം തന്നെ ഇട്ടു. കാരണം ഷയോഗി എത്താറായതുകൊണ്ട് നമ്മൾ പത്യാനം മാറ്റിയിട്ടു. നമുക്കവിടെ കയറുമ്പോൾ പത്യാനായിട്ട് കയറാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ബാക്കി വണ്ടി പുറകെ വരുന്നുണ്ട്. അവിടെ ചെന്നിട്ട് നമ്മളെ കിങ് ബുള്ളിൻ്റെ വിശേഷങ്ങൾ കാണിച്ചു തരാം. ഓക്കെ വെച്ചാൽ അപ്പോൾ ഇതൊക്കെ വണ്ടി ഉണ്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്. റെഡ് ക്യാബിൻ ലൈറ്റ് ഓണാക്കി കാണിക്കാം ഒരു മിനിറ്റ്. ഓക്കെ, ക്യാബിൻ ലൈറ്റ് ഓണാക്കി കഴിഞ്ഞാൽ വണ്ടിക്കകത്ത് ഫുൾ റെഡ് തീമാണ്. കണ്ടോ, റെസീൻ ചെയ്തേക്കുന്ന റെഡ് തീമിലാണ് വരുന്നത്. ഏഷ്യറിൻ്റെ ചേസാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ടോർക്കൊക്കെ ഉള്ള ചേസാണ്. നമ്മളെടുത്തിട്ടില്ല ഇതൊരു ഏഷ്യർ, നമ്മൾ അതിൻ്റെ മാത്രമേ ഉള്ളൂ പിടി. ഓക്കെ, അപ്പം ഇതാണ് ബാക്ക് ലുക്ക്, സൈഡ് ലുക്ക് വരുന്നത് കിങ് ബുള്ളിൻ്റെ. ഓക്കെ, അപ്പോൾ ഇതാണ് ലുക്ക്. അപ്പോൾ നമ്മൾ റാൻഡമായിട്ട് പരിചയപ്പെട്ട് ട്രിപ്പില്ല, ഒരു കോമ്പോ ട്രിപ്പ് അടിക്കണമെന്ന് പറഞ്ഞ് വന്നപ്പോൾ നമ്മൾ ഇങ്ങനെ കണ്ടപ്പോൾ നമ്മൾ റാൻഡമായിട്ട് കണ്ട് പരിചയപ്പെട്ട് വിളിച്ച് വരുത്തിയതാണ് ട്രിപ്പിലോട്ട്. നമ്മളെ സബ്സ്ക്രൈബറും കൂടെ ആയതുകൊണ്ട് നമ്മളൊന്നും നോക്കിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 3 ദിവസത്തെ ട്രിപ്പ് അങ്ങനെ ഞങ്ങൾ കൊടുത്തു. വാടാ ചിറക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ലുക്ക്. മിക്കവാറും ചിലപ്പോൾ ഈ വീഡിയോയ്ക്ക് ഇടയിലോ എല്ലാം പാർട്ട് 2 ആയിട്ടായിരിക്കും വരുന്നത്. അന്നേരം ഇതിൻ്റെ ഇടയ്ക്ക് ഗോവ ട്രിപ്പിൻ്റെ എല്ലാം വീഡിയോ വന്ന് കാണും. എന്ന് വെച്ചാൽ കൊളാബ് അടിച്ച് അതിന് നമ്മൾ ഈ ട്രിപ്പ് കഴിഞ്ഞ് ചെന്ന ഉടനെ നമ്മൾക്ക് ഒരു ഗോവ ട്രിപ്പുണ്ട്. ഞാൻ പോകുന്നില്ല, നമ്മളെ ഗജരാജിലെ ആളും ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ ചാനലിൽ കൂടെ അതോട്ട് ചിലപ്പോൾ ഇത് അടിച്ചു വരും. അപ്പോൾ ഓക്കെ നോക്കാം. ഓക്കെ വെച്ചാൽ അപ്പോൾ നമ്മൾ നാട്ടിൽ തിരിച്ചെത്തി. നമ്മൾ വരുന്ന വഴിയാണ് ഫുഡൊക്കെ കൊടുത്തിട്ട് തിരിച്ച് നമ്മളിങ്ങോട്ട് വന്നിട്ട് ആൾക്കാരെ വിടാറായി. നമ്മൾ ഏഷ്യർ ഓടിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഏഷ്യർ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാബിനിലോട്ട് കയറി ഇരുന്നൊന്ന് ഓടിച്ച് നോക്കാൻ വെച്ച് ഇങ്ങോട്ട്. ഫുഡ് കൊടുത്ത് കഴിഞ്ഞപ്പോൾ തൊട്ട് നമ്മൾ വണ്ടി ഡ്രൈവിംഗ് സീറ്റ് നമ്മൾ തന്നെ എടുത്തു. നമ്മളെ ഈ വണ്ടിയുടെ ഡ്രൈവർ നമ്മളെ വണ്ടി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആൾക്കാരെ കയറ്റിയെടുത്തോട്ട് പായുക.
ഓക്കെ മച്ചന്മാർ, അപ്പോൾ നമ്മളങ്ങനെ ട്രിപ്പെല്ലാം കഴിഞ്ഞ് നമ്മളങ്ങനെ വണ്ടി വാഷിങ്ങിനായിട്ട് കൊണ്ടിരിക്കുക. ഗജരാജയുടെ അടുത്തുള്ള ഷെഡിൽ തന്നെയാണ് വാഷിംഗ് ഒക്കെ പരിപാടിയൊക്കെ ചെയ്യുന്നത്. നാളെയല്ല, നാളെ കഴിഞ്ഞുള്ള ഗോവ ട്രിപ്പിൻ്റെ കാര്യത്തിലൊക്കെ ആയിട്ട് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗജരാജ ഷെഡിലോട്ട് നേരെ വന്നത്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള പരിപാടിയൊക്കെ നോക്കണം. ഈ കാറ് അപ്പോൾ നമ്മൾ ബാലൻസ് ഒക്കെ വാങ്ങിക്കാൻ കുറച്ച് സമയം എടുത്തതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ നമ്മളെ മൂന്നാമത്തെ ഗജരാജ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. എന്ന് വെച്ചാൽ വരുന്ന വഴി കുറച്ച് പേരെ വിടാനുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ഇറക്കി വിട്ട് വരുന്നവരെ സ്റ്റോപ്പ് ചെയ്ത് വരണം. അപ്പോൾ അതിനകത്തായിരുന്നു നമ്മളെ ബാലൻസ് വരുന്ന ആൾക്ക്. അപ്പോൾ ആ വണ്ടി കൂടെ വന്നിട്ട് ഒരുമിച്ച് ബാലൻസ് സെറ്റിലാക്കാമെന്നായിരുന്നു പറഞ്ഞു. എന്നുവെച്ചാൽ നമ്മളെ ഓണറാണ്, പക്ഷേ അതും കൂടെ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാമല്ലോ. എന്നുവെച്ചാൽ അവനെ അറിയത്തില്ല, റൂട്ട് അറിയത്തില്ല. അപ്പം അങ്ങനെ ഒരുമിച്ച് പോകാനായിട്ട് വെയിറ്റ് ചെയ്ത് നമ്മൾ കിങ് ബോളിൻ്റെ അഡ്വാൻസ് അല്ല, ബാക്കി ബാലൻസും കൊടുത്ത് പറഞ്ഞു വിട്ട് അങ്ങനെ നമ്മൾ തിരിച്ച് നേരെ ഇങ്ങോട്ടിങ്ങ് പോന്നു. അപ്പോൾ അടുത്തൊരു ട്രിപ്പായിട്ട് വരുന്നത് ടാറ്റ ബൈ ബൈ, സീ യു ഗൈസ്.